തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞായിരുന്നു രാവിലെ പുലർച്ചെ ഒരു 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 4 വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 42 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പഠനയാത്രാ സംഘമായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെ 3:30 നാവായിക്കുളത്ത് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. തൃശൂർ കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് MBA കോളേജിലെ വിദ്യാർത്ഥികൾ വിഴിഞ്ഞത്തേക്ക് അവരുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് IV പോവുകയായിരുന്നു. ഇതിനിടയിലാണ് 3:30 ഒരു വാഹനം അപകടത്തിൽപ്പെടുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ മാസങ്ങളായി വാഹനങ്ങൾ ഈ ബൈ റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. അപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടുള്ള ഒരു അപകടമാണ് ഉണ്ടായതെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഈ ബസ്സിൽ അപകടം നടക്കുന്ന സമയത്ത് 42 പേരാണ് ഉണ്ടായിരുന്നത്, വിദ്യാർത്ഥികളും അധ്യാപകരുമായി. അതിൽ 2 പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവർ ഇപ്പോൾ കൊല്ലത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടുടമസ്ഥൻ, അതായത് ഇത് ഒരു വീടിന്റെ സമീപത്തേക്കാണ് മറിഞ്ഞു വീണത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് ബസ്സിന്റെ പിൻഭാഗം വന്ന് തട്ടുകയും അതിന് പിന്നാലെ തൊട്ടടുത്തുള്ള പുരയിടത്തിലേക്ക് ഈ ബസ് മറിയുകയുമായിരുന്നു. വീട്ടുടമ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് അപകടം ഉണ്ടായിരുന്നത്? അപകടം 3:30 മണിയോടുകൂടിയാണ് ഉണ്ടായത്. എൻ്റെ ഷീറ്റിട്ട ഗേറ്റായിരുന്നു, അതെല്ലാം ഇടിച്ച് ആണ് എൻ്റെ ഷെയ്ഡിൽ തട്ടി, വീട്ടിൻ്റെ ഷെയ്ഡിൽ തട്ടി നിൽക്കുകയാണ് ഇപ്പോൾ വണ്ടി. പിന്നെ അതിനുണ്ടായിരുന്ന കുട്ടികൾ അവർ തന്നെ തട്ടി പൊട്ടിച്ച് ഓരോരുത്തരായിട്ട് വെളിയിറങ്ങുമായിരുന്നു. പിന്നെ ഉടനെ തന്നെ ഞാൻ പോലീസിനെ അറിയിച്ചു. പോലീസിന് സ്ഥലം ക്ലിയറായിട്ട് മനസ്സിലായ ഉടനെ തന്നെ പോലീസ് കറക്റ്റ് സമയത്തെത്തി. പിന്നെ ഫയർഫോഴ്സിനെയും കൂടെ കൊണ്ടുവന്നു. അവർ റെസ്ക്യൂ ചെയ്ത് എല്ലാവരെയും, കുട്ടികളെ എല്ലാവരെയും പുറത്തെടുത്തതിന് ശേഷം അവർ വേറെ ബസ് പിടിച്ച് പോയി. 42 പേര് അപകട സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ പേർക്കും സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ 2 പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. അവർ ഇരുന്നിരുന്നത് ഈ ഡ്രൈവറിന്റെ സീറ്റിന് തൊട്ട് പിന്നാലെയുള്ള സീറ്റിലാണ്. നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ ഒരു കമ്പി തുളച്ച് കയറിയിട്ടുണ്ട്. ആ കമ്പി കുത്തി കയറിയാണ് ആ പിൻവശത്തെ സീറ്റിലിരുന്ന 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അവരുടെ ശരീരത്തിലൂടെ ഈ കമ്പി തുളച്ച് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും ഇപ്പോൾ കൊല്ലത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർ, അതായത് 12 പേരെ കൂടി കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അവരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ മറ്റൊരു ബസ്സിൽ അറേഞ്ച് ചെയ്ത് നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും നിലവിൽ ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.